ഒരു സർക്കാരിനെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ കുറ്റം പറയുന്നില്ല. ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും കേരളത്തിന് അത് നഷ്ടപ്പെട്ടു. ആ നിക്ഷേപ സൗഹൃദ ഒരു അന്തരീക്ഷം. സഹ്യപർവ്വതം കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികളുടെ ആറ്റിറ്റ്യൂഡേ മാറുന്ന ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡ്. സഹ്യപർവ്വതം കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ മാറുന്നു. ഈ ആറ്റിറ്റ്യൂഡ് വലിയ കാര്യമുണ്ട്. ഈ മമ്മൂട്ടി മെഗാസ്റ്റാർ കൊടുത്ത് ഞാനാകട്ടെ, മെഗാസ്റ്റാർ ആക്കിയത് അതൊക്കെ അറിയാൻ വയ്യ. മമ്മൂട്ടി തന്നെ പറയും, എപ്പോഴും ഇടയ്ക്ക് പറയും. നമസ്കാരം, ഡീറ്റെയിലേക്ക് സ്വാഗതം. യുഎയിലെ മുതിർന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിലുമായുള്ള നമ്മുടെ സംഭാഷണം തുടരുകയാണ്. ഐസക് സർ, തിരികെ സ്വാഗതം. സർ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് 200 പരം രാജ്യക്കാർ ഇവിടെ യുഎയിൽ സേഫ് ആയിട്ടുള്ള ഹബ്ബായിട്ട് ഇവിടെ കരുതി ജീവിച്ചു പോരുന്നു. അവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ, എല്ലാ കൾച്ചറും കൂടെ മിക്സ് ആയിട്ടൊരു പുതിയൊരു കൾച്ചറാണ് യുഎഇ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? അപ്പം യുഎഇയുടെ ഒരു സ്വഭാവം ലോകം കോപ്പി ചെയ്യുകയാണെങ്കിൽ, നമ്മളെല്ലാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആയിട്ട് ജീവിക്കുന്ന ആ ഒരു സ്വഭാവം ലോകം കോപ്പി ചെയ്യുകയാണെങ്കിൽ, അല്ലെ, നല്ലൊരു ആശയമാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ. സാറിന് എന്താ തോന്നിയിട്ടുള്ളത് ഈ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള, സാറിന് 44 ഇയേഴ്സ് ആയിട്ടുള്ള മെറ്റഫോർ ഉപയോഗിക്കുകയാണ്, ഇറ്റ് ഈസ് എ മെൽറ്റിംഗ് പോട്ട് എന്ന് പറയും. ഏറ്റവും ഒരു അതിന്റെ ടൈപ്പിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ യുഎഇ ആണ്, ദുബൈ ആണ്. മെൽറ്റിംഗ് പോട്ട് ഓഫ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്, ഡൈവേഴ്സ് നാഷണാലിറ്റീസ്, ഡൈവേഴ്സ് റിലീജിയൻസ്, എല്ലാത്തിൻ്റെയും കൂടെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഇതിന് തുല്യമായിട്ട് വേറൊരു രാജ്യം, വേറൊരു സ്ഥലവും നിങ്ങൾക്ക് ലോകത്ത് ചൂണ്ടിക്കാണിക്കാനൊക്കെ പറ്റില്ല. പണ്ട് ലണ്ടനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു, പക്ഷേ ലണ്ടനിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ മാറിപ്പോയി അവിടുത്തെ. പക്ഷെ ഇവിടെ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഫ്രീഡം, ഇവിടെ കൊടുക്കുന്ന ഫ്രീഡം, സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, കോൺഫിഡൻസ്, ഇവിടുത്തെ ഓണ്ടർപ്രണേഴ്സിന്, അതായത് നിക്ഷേപകർക്കും സംരംഭകർക്കും കൊടുക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം, അവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രോആക്റ്റീവ്നെസ്, ഇതാണ് ദുബൈയുടെ അല്ലെങ്കിൽ യുഎഇയുടെ പ്രത്യേകത. ഇതാണ് അവരുടെ സക്സസ് മന്ത്ര. ദുബൈയുടെ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുകയാണ് ഇതൊക്കെയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് അതിനപ്പുറമായിട്ട് പ്രോആക്റ്റീവ്നെസ് ഓഫ് ദി ഗവൺമെന്റ് എന്തും അറിഞ്ഞുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം സൗഹാർദ്ദപരമാക്കുക, ഇവിടുത്തെ സേഫ്റ്റി, സെക്യൂരിറ്റി, സ്വാതന്ത്ര്യം, ഇതെല്ലാം പിന്നെ ഇങ്ങനെ അളവില്ലാതെ കൊടുക്കുകയാണ്. വളരെ വിരളമായിട്ട് ഒരു പോലീസുകാരൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ഏതെങ്കിലും ആക്സിഡന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം ട്രാഫിക് പോലീസ്, അല്ലാതെ നിങ്ങളെ ഏതെങ്കിലും പോലീസുകാരെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നിയമം ലംഘിച്ചാൽ മാത്രം. ഒരു പ്രാവശ്യം ഞാൻ ആദ്യമേ 80 വന്നപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇതായിരുന്നു, പിന്നെ റമദാൻ തുടങ്ങി. ഞാൻ സേർട്ട് മേടിക്കുമായിരുന്നു. അപ്പം നമുക്കിതറിയാൻ ഇവിടുത്തെ കൾച്ചറുമായിട്ട് കൊണ്ട് ഒരു മാസം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ്, അന്നത്തെ സമയത്തായിരുന്നു ഞാൻ സേർട്ട് മേടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൂടെ നടന്നു പോവുകയാണ്. പിന്നെ ഡെയറായിൽ പിന്നെ അപ്പം പോലീസുകാരൻ എന്നെ വിളിച്ചു, എന്നിട്ട് ഇങ്ങനെ കാണിച്ചു, എന്താ ഇത്? അപ്പം ഞാൻ വിചാരിച്ച അയാൾ എൻ്റെ തീ ചോദിക്കാമെന്ന് വിചാരിച്ചെടുത്ത് കൊടുത്തു. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കറിയാൻ വയ്യത്. ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ ആളാണ്. അയാൾ ശരി, ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു വിട്ടു. അല്ല, വേറെ സാറിന് വലിയ കുറ്റമാണെന്നത് കേട്ടോ, ഒരു റമദാൻ സമയത്ത്. പക്ഷെ നമുക്കറിയാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, നമ്മുടെ പുതുതായിട്ട് വന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ആ കാർക്കശ്യമൊന്നും കാണിക്കാതെ വിട്ടു. നമുക്ക് എന്താണ് പ്രവാസികൾ എന്നുള്ള നിലയ്ക്ക് നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ എന്ന് സാറിന് എന്താ തോന്നുന്നത്? സാറിന് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് അടുത്ത ബന്ധം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാമെന്നല്ല. പണ്ടൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒത്തിരി ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആവേശമൊക്കെ കിട്ടടങ്ങാണ്. ഞാൻ ഒരു സർക്കാരിനെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ കുറ്റം പറയുന്നില്ല. നമ്മുടെ രീതിയിലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ കേരളത്തിലെ ഒരവസ്ഥ അതാണ്. ഞാൻ ഇപ്പം നേരത്തെ UDF ഗവൺമെൻറ് ഉള്ളപ്പോഴും LDF ഗവൺമെൻറ് ഉള്ളപ്പോഴും ഒക്കെ ഭരണാധികാരികളുമായിട്ടും എല്ലാവരുമായിട്ടും വളരെ കൂടുതൽ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കേരള സഭയിൽ 3 വർഷമായിട്ട് 3 ടേമിൽ ഞാനുണ്ട്. അവിടെ വെച്ച് ഞാൻ പറയാറുണ്ട്, നമ്മുടെ അവിടുത്തെ ഒരു ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും കേരളത്തിന് അത് നഷ്ടപ്പെട്ടു. ആ നിക്ഷേപ സൗഹൃദ ഒരു അന്തരീക്ഷം. ഇപ്പം നമ്മൾ പറയാം ഇപ്പം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാരിലായാലും ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരിലാണെങ്കിലും ഇത് രണ്ടും നമുക്കില്ല. ഇപ്പം ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, എനിക്കത് വളരെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേരള സഭയിലും അത് ചീഫ് മിനിസ്റ്റർ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളും ഓരോ നിക്ഷേപകരുടെ തിക്താനുഭവങ്ങളും ഒക്കെ. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഒരിക്കലും അങ്ങനെ ആകരുതേ നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് അറിയാവുന്ന പോലുള്ള ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നുന്നത് വളരെ അധികം ആൾക്കാർ കാണത്തില്ല. കാരണം എല്ലാ തരത്തിലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വന്ന്
സംസാരിക്കുന്ന ഉടനെ എൻ്റെ ഇടയ്ക്ക് അവരുടെ ആകുലതകളും അവർ നേരിട്ട ഒക്കെ പങ്കുവെക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഒരു അളവിൽ ഞാൻ അത് ഈ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ടൊന്നും പരിഹരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമില്ല കേട്ടോ. ഞാൻ ഇനി ആരും എന്നെ എന്തോ പറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ അനുഭവം വെച്ചും ഇവിടെയുള്ള നിക്ഷേപകരും അല്ലെങ്കിൽ അവിടെ പോയി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരുമായിട്ടുള്ള നിരന്തരമുള്ള സംസർഗം മൂലം എനിക്ക് കിട്ടിയ അറിവുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് ബിയോണ്ട് റിപ്പയർ എന്ന് എനിക്ക് തോന്നിപ്പോകും. ഞാൻ പറയുന്നത് വളരെ പെസിമിസ്റ്റിക് ആണെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ്. അല്ലെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും എനിക്ക് തോന്നുന്നില്ല, കഴിയുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലുള്ളൊരവസ്ഥയാണ് അത്. പിന്നെ പണ്ട് നമ്മൾ പറയുമായിരുന്നു ലേബർ മിലിറ്റൻസി. ഇപ്പോൾ അത്ര വലിയ മിലിറ്റൻസി ഒന്നും ലേബർ ഫോഴ്സിൻ്റെ ഭാഗത്തൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് നിൽക്കുന്ന എത്ര പറഞ്ഞിട്ടും ആ കുരുരുക്ക്, അതായത് പണ്ട് റെഡ് ടേപ്പിസം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോഴും ഉണ്ട്. ഞാനന്ന് പിന്നെ ഒരു ദിവസം ചീഫ് മിനിസ്റ്ററൊക്കെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രസംഗമധ്യേ പറഞ്ഞു, പുള്ളി ഇരിപ്പുണ്ട്. അദ്ദേഹം ഞാൻ പറഞ്ഞ് നിക്ഷേപകരുടെ പരാതി കേൾക്കാനായിട്ട് അങ്ങ് എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു അദാലത്ത് വെക്കണം, എല്ലാ മിനിസ്റ്റേഴ്സുമായിട്ടും കൂടിയിരുന്ന് അവിടെ വെച്ച് തന്നെ തീരുമാനം കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ലോകസ്കേരള സഭയില്ല, പുള്ളി മറുപടി പ്രസംഗത്തിൽ അത് എടുത്തു പറഞ്ഞ് അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, അഴിമതി ഇവിടെ നടക്കുന്നത് മന്ത്രിതലത്തിലോ IAS തലത്തിലോ സെക്രട്ടേറിയറ്റ് തലത്തിലോ അല്ല, നടക്കുന്നത് വില്ലേജ് ഓഫീസിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രശ്നങ്ങൾ, എല്ലാ തടസ്സങ്ങളും അവിടെയാണ് വരുന്നത്, താലൂക്ക് തലത്തിലുമാണ്. അപ്പോൾ അത് പരിഹരിക്കാനൊരു മാർഗമുണ്ട്, അതും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അത്രമാത്രം അത് പ്രാവർത്തികമാക്കാൻ ഒക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്നുള്ളതൊക്കെയാണ്. സർ, ഇന്ത്യ UAE നയതന്ത്ര ബന്ധം സാറ് വന്ന സമയത്ത് മുതൽ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു ശരിക്കും? 50 വരുമ്പോൾ ശ്രീലങ്കക്കാർ കുറച്ച് പേരുണ്ട് ഇവിടെ, ഏകദേശം നമ്മളെ പോലൊക്കെ ഇരിക്കണ്ടല്ലോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പാകിസ്ഥാനീസ് ഒരുപാടുണ്ടായിരുന്നു, ബംഗ്ലാദേശ് സതിയില്ലായിരുന്നു. അപ്പോൾ അവിടെ വരുന്നുണ്ട് ഇന്ത്യക്കാരോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ, ഈ ആൾക്കാരൊക്കെ മലബാറി എന്നൊക്കെ പറയുന്നു. മലബാറി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ വിഷമം തോന്നും. അത് കാരണം അന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതിൽ ഒരുപാട് പേര് പിന്നെ പല അറബികളുടെ വീട്ടിലും പിന്നെ ജോലിക്കാരായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രീതി അത് എന്നാൽ കുറച്ച് വലിയ നമ്മുടെ മലയാളികൾ വേറെ നല്ല രീതിയിലും ആയിട്ടുണ്ട്. എങ്കിലും ജനറലി അറിയപ്പെടുന്ന നമ്മളൊരു വളരെ ഇന്നതാണ് ആ സമയത്ത്. എന്നാൽ ശ്രീലങ്കൻസിന് അത്രയില്ലായിരുന്നു, അവർക്ക് നമ്മളെക്കാളും ചെറിയ സ്റ്റേറ്റസ് വന്ന് കൂടിയിരിപ്പുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു വലിയ മാറ്റമാണ് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട്. ഈവൻ ഞാൻ പറയുന്ന ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു കുതിപ്പ് തുടങ്ങിയത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ നമ്മുടെ നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭ തുടങ്ങിയപ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയ സമയത്താണ് ഇന്ത്യയിലും കാതലായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായത്. അന്നാണ് ഇപ്പോൾ 3 കാര്യങ്ങൾ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് തുടങ്ങുന്നത്. അതുവരെ നമ്മളൊരു സോഷ്യലിസ്റ്റ് പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് വലിയ വലിയ റിഫോംസോ വലിയ ഡ്രൈവോ വലിയ പുരോഗതിയോ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇന്ത്യ മാറി തുടങ്ങി ആ കുതിപ്പ് വന്നുകൊണ്ട് 2001 ആയപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ഞാനുമായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അന്ന് പറഞ്ഞു, എൻ്റെ കൂടെ അന്ന് വേറെ 1-2-3 ജേർണലിസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ നോക്കാം വേറെ വിദേശീയരായിട്ടുള്ള കുറച്ച് ജേർണലിസ്റ്റ് ഉണ്ട്, ഇനി യു ഹാവ് ടു വാച്ച് ഇന്ത്യ. ഹി വാസ് സേയിങ് ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യയെ നിങ്ങൾ നോക്കുക, ഹിസ്റ്ററി ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് പുള്ളി പറഞ്ഞു. അതായത് ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഇന്ത്യയെ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇന്ത്യ നോക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു 300 വർഷത്തിന് മുമ്പ് ഇന്ത്യയും ചൈനയും കൂടെ ഈ ലോകത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ പകുതി അവരുടെ കയ്യിലായിരുന്നു. ഇതാ വീണ്ടും അത് സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അടുത്ത കുറച്ച് വർഷങ്ങൾ, അടുത്ത 19 വർഷത്തിന് അതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അന്ന് മുതലേ ആൾക്കാരുടെ ശ്രദ്ധ, അന്ന് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് വലിയൊരു കോൺഫറൻസിലും അറബികളൊക്കെ ഇരിക്കുന്ന കോൺഫറൻസിലാണ് ഇത് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് വല്ലാത്ത തോന്നിയ ഒരു അഭിമാനം തോന്നിയ മുഹൂർത്തങ്ങളായിരുന്നു 2000-ലൊക്കെ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഗവൺമെൻറ്റുകൾ, ആ സമയത്താണ് BJP ഗവൺമെൻറ് ആയത് 2000. അത് കഴിഞ്ഞ് പിന്നെ വന്ന മൻമോഹൻ സിംഗിൻ്റെ 10 വർഷവും പിന്നീട് വന്ന മോദിജിയുടെ ഈ വർഷങ്ങളുമൊക്കെ ഇന്ത്യയുടെ ഒരു വളർച്ച, ഇന്ത്യയുടെ സാമ്പത്തിക പിന്നെ രംഗത്തുള്ള GDPയുടെ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7-8-9% വരെ കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവരുടെ ഇടയിലുള്ള നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ അനുഭവസ്ഥനാണ്, ഇവിടെ മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും. മലയാളികളോടുള്ള നമ്മുടെ ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത്
റോയൽ ഫാമിലി മുതൽ അവർ മലയാളികളുമായിട്ടുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരാണല്ലോ. ഇപ്പൊ ഷാർജ ഷെയ്ഖ് ആയിക്കോട്ടെ, അവർക്കൊക്കെ മലയാളികളോട് ഒരു അടുപ്പം ഉണ്ടല്ലോ. മലയാളികളിൽ നിന്ന് ഇവർ ശരിക്കും എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? സാറിന് എന്താ തോന്നുന്നു? മലയാളിയുടെ ഒരു പ്രത്യേകത നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, ഇപ്പം എന്തുകൊണ്ട് പിന്നെ നമ്മുടെ ക്ലെൻലിനെസ്, നമ്മുടെ ഒരു വൃത്തി വെടിപ്പ് മലയാളിക്കുള്ളതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവരുടെയൊക്കെ കൊട്ടാരങ്ങളിലും അല്ലെങ്കിൽ വസതികളിലും മലയാളിക്ക് കൊണ്ടുവന്ന് അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും കൂറും. അപ്പോൾ പറയുന്നുണ്ട്, സഹ്യപർവ്വതം കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളിയുടെ ആറ്റിറ്റ്യൂഡേ മാറുന്ന ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡാണ്. സഹ്യപർവ്വതം കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ മാറുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് വലിയ കാര്യമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം നമ്മളെല്ലാം നല്ല ആൾക്കാരായിട്ട് മാറും. നമ്മൾ വലിയ ഭയങ്കര റിഫോംസ് ഉണ്ട്. പക്ഷേ ഇവിടെ കൊട്ടാരത്തിലൊക്കെ ഉള്ളവർക്കെന്ന് വെച്ചാൽ അവർ ആ രീതി നോക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ അവർ തന്നെ എന്ത് ചെയ്യും, അവരുടെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ കൊണ്ടുവന്ന് ജോലിക്ക് ഓരോ പിന്നെ അവിടെ വേക്കൻസി വരുമ്പോഴൊക്കെ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു മതനിരപേക്ഷത എന്നുള്ള മലയാളികളുടെ സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവത്തെ ഇവരെങ്ങനെയാണ് ഇവിടെയൊക്കെ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ വരുന്നതെന്ന് പറയുമ്പോൾ പലരും നമ്മളെ അതിശയത്തോടെ നോക്കിയിട്ടുണ്ടല്ലോ. മറ്റ് നാഷണാലിറ്റീസ് ആവട്ടെ, ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാവട്ടെ, നമ്മളെ ഒരു ആണോ അതെയോ നിങ്ങൾ മറ്റ് മതസ്ഥരുമായി ഇങ്ങനെ അടുത്തിടപഴകോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതിന് ഈ മതനിരപേക്ഷത എന്ന് പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി തന്നെ നമ്മളൊക്കെ ഈ 80-കൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ്. അവിടെ വെച്ച് നമ്മളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. നമുക്ക് അറിയില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവരും എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കായംകുളത്ത് നിന്ന് കൊങ്ങണിമാരുണ്ട്, തട്ടാന്മാരുണ്ട്, ഹിന്ദു സഭയിലെ എല്ലാ ആൾക്കാരും ഉണ്ട്, പിന്നെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ മുസ്ലിംസ് ഉണ്ട്, ജ്യൂസ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മിക്കവാറുള്ളവരെല്ലാം കായംകുളത്തുണ്ട്. കായംകുളത്തിന് അങ്ങനെയായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ, കാരണം അവിടെ ഇതെല്ലാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷൻ ആയാലും ഹിന്ദു പോപ്പുലേഷൻ എല്ലാം ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നീടാണ് നമുക്ക് ഈ വേർതിരിവൊക്കെ പിന്നീട് ഇങ്ങനെ തോന്നി തുടങ്ങിയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പം പക്ഷേ ഇന്ത്യയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ എന്നാൽ തന്നെയും ഈ വർഗീയ ചിന്താഗതി പലയിടത്തും അതിൻ്റെ പ്രവണത ഉണ്ടാകുന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ ദുഃഖം തോന്നും. നമ്മൾ പഠിച്ച കാലഘട്ടങ്ങളിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നില്ലാത്ത ഒരു രീതിയിലുള്ള പ്രവണത കാണുന്നല്ലോ എന്നുള്ള വിഷമം തോന്നുന്നു. ഇവിടെയുള്ളവർക്ക് ആ രീതിയിൽ നമ്മളെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ആരാധനാലയ സ്വാതന്ത്ര്യം കൊടുത്ത് ഒരു ഹിന്ദു ടെമ്പിളിന് എത്രയോ വർഷത്തിന് മുമ്പ് കൊടുത്തു ദുബൈയിൽ. പിന്നെ സിംഗ്മാർക്ക് വേണ്ടിയുള്ള സിഖ് ഗുരുദ്വാരയ്ക്ക് കൊടുത്തു. പിന്നെ എത്ര പള്ളികളാണ് ഇവിടെയുള്ള. ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു വിശാല മനസ്സ് അവർ കാണിച്ചു. അതുകൂടാതെ അങ്ങനെയാണ് ഏതെങ്കിലും രാജ്യം ഈ ടോളറൻസ്, ഇയർ ഓഫ് ടോളറൻസ് ലോകത്തെങ്ങും ഉണ്ടായിട്ടില്ല. അത് UAE നടത്തി. ഇയർ ഓഫ് ഹാപ്പിനെസ്സിന് വേണ്ടി പുതിയ ഒരു മന്ത്രിസ്ഥാനം, ഒരു ഡിപ്പാർട്ട്മെന്റേ ഉണ്ടായി. ഒരു മിനിസ്റ്റർ ഓഫ് ഹാപ്പിനെസ് ഉണ്ടാക്കി. പിന്നെ മിനിസ്റ്റർ ഓഫ് ടോളറൻസ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ രീതിയിലുള്ള ചിന്താഗതിയും കൊണ്ട് അങ്ങനെ UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത രീതിയിലുള്ള സെൽഫ് അല്ലെങ്കിൽ റീഇൻവെന്റിങ് ഇറ്റ്സെൽഫ് ഇല്ലേ, ഓരോ എവരിഡേ അങ്ങനെ റീഇൻവെന്റ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ടുള്ള അവരുടെ ഗതി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് UAE നിലയിലെത്തിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാർ കായംകുളത്ത് നിന്ന് 44 വർഷം മുന്നേ ഉപരിപഠനത്തിന് വേണ്ടി അമേരിക്കയ്ക്ക് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു. അത് മുടങ്ങിപ്പോയി എന്തോ കാരണം കൊണ്ട്. അപ്പോൾ ഈ സാറിന് UAE എത്തപ്പെടുകയും സാറ് UAE ഒരു ജോലി നേടുകയും പിന്നീട് ഗൾഫ് ന്യൂസ്, പിന്നെ എമിറേറ്റ്സ് ന്യൂസ്, അങ്ങനെ ഒരു 2-3 സ്ഥാപനങ്ങൾ. ഇപ്പം ഖലീജ് ടൈംസിനോടൊപ്പം ദീർഘകാലം അല്ലെ 20 വർഷത്തിലേറെയായി സാർ. 32 വർഷമായി. അപ്പം ഖലീജ് ടൈംസിനൊപ്പവും ഇത്രയും കാലം UAE 44 വർഷം. സാറിന് അന്ന് വിദ്യാർത്ഥിയായിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ വിസ കിട്ടാതിരുന്നതിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടായിരുന്നോ? അന്ന് എനിക്ക് വലിയ നിരാശയായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് വരെയേ ഉള്ളൂ ശരിക്കും പഠിച്ചിട്ടുള്ളൂ. എന്നുവെച്ചാൽ പുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ വലിയ ഫസ്റ്റ് ക്ലാസ്സും സ്കോളർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് എന്നെ കൊണ്ടുവന്ന് പിന്നെ ഇൻ്റർമീഡിയറ്റ് കോളേജിലാണ് ഫാദർ വിട്ടത്. ഇൻ്റർമീഡിയറ്റ് കോളേജിൽ ഹോസ്റ്റലിൽ താമസിക്കാൻ പോയതോടുകൂടിയാണ് എൻ്റെ ഗതി മാറിപ്പോയത്. പിന്നീട് ഞാൻ പുസ്തകം കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രം, ഞാൻ പറഞ്ഞ ഭാഗ്യം കൊണ്ടോ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പ്രാർത്ഥന കൊണ്ടോ മാത്രം ഞാൻ തേർഡ് ക്ലാസ് മേടിച്ച് സ്കോളർഷിപ്പ് നഷ്ടപ്പെടുത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ BA എക്കണോമിക്സ് കിട്ടിയത്. ഇത് പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. മെഡിസിന് പോകാം, എൻ്റെ സിസ്റ്റർ പോയി, എന്നെക്കാരും താഴെയുള്ള അവൾ മെഡിസിന് പോയി കിട്ടി, എനിക്ക് കിട്ടിയില്ല.
കാരണം തേർഡ് ക്ലാസ്സാണ്, എല്ലാം തേർഡ് ക്ലാസ്സിലാണ് പോയത്. പിന്നെ BA എക്കണോമിക്സിന് കൊണ്ട് ചേർത്ത്, MS കായംകുളത്ത് കൊണ്ട് ചേർത്ത്. അവിടെ ഏറ്റവും, കാരണം പുസ്തകം ഏതാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. രാഷ്ട്രീയവും, അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയം വന്ന്, രാഷ്ട്രീയവും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. ഉണ്ടാവും. ആ സമയത്തൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പുസ്തകം വായിക്കാതെ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള പാർട്ടിയാണ് എക്കണോമിക്സ്. കഷ്ടിച്ച് പാസ്സായി. ആ സമയത്ത് എന്നെ ഭാഗ്യം കൊണ്ട് ഈ ഇംഗ്ലീഷിന്, എനിക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. സോറി, സെക്കൻഡ് ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷ് പഠിക്കണമായിരുന്നു സെക്കൻഡ് ഇയറിൽ. അതിന് സെക്കൻഡ് ക്ലാസ് കിട്ടി. മലയാളത്തിനും അന്ന് സെക്കൻഡ് ക്ലാസ് കിട്ടി. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് MA ഇംഗ്ലീഷിന് ഫാത്തിമ കോളേജിൽ കിട്ടി. അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. വേറെ പല കോളേജുകളെല്ലാം പോകേണ്ടി വന്നേനെ. അവിടെയും ചെന്ന് അതുവരെ ഒരുപാട് നോവലുകളും സാഹിത്യ വാസനയും ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച് എനിക്ക് MAക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കേണ്ടി വന്നപ്പോൾ പിന്നെ പുസ്തകത്തിനോട് വെറുപ്പായിപ്പോയി. അത് വലിയൊരു എൻ്റെ ജീവിതത്തിലെ ഒരു ഒന്നാണ്. അന്നുവരെ ഞാൻ ഷേക്സ്പിയറിൻ്റെ ഒക്കെ അതിന് മുമ്പ് താല്പര്യം ഉണ്ടായിരുന്നു വായിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് നോവലുകൾ വായിക്കുമായിരുന്നു. MAക്ക് പഠിക്കാനുള്ള ഇത് വന്നപ്പോഴത്തേക്ക് ആ പുസ്തകം തൊടാതായി. അപ്പോൾ അങ്ങനെ അതും പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ഞാൻ ഭാഗ്യം കൊണ്ട് എഴുതി. എൻ്റെ കൂടെ ഉള്ള എൻ്റെ അടുത്ത 2 സുഹൃത്തുക്കൾ, ഞങ്ങൾ 3 പേരും ഉഴപ്പന്മാരായിരുന്നു. അതിൽ അവർ 2 പേരും തോറ്റുപോയി. ഞാൻ അന്നും ഭാഗ്യത്തിൽ അങ്ങ് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു പിന്നെ അക്കാഡമിക്കായിട്ടുള്ള ഒരു ബ്രില്യൻസിലല്ല ഞാൻ വന്നത്. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എന്തായാലും MBBSന് പോകാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇവനെ IAS ആക്കണമെന്ന് വിചാരിച്ചു ട്രിവാൻഡ്രത്ത് ഉണ്ടാക്കിയത്. ട്രിവാൻഡ്രത്ത് കൊണ്ട് IAS ട്രെയിനിങ് കേന്ദ്രത്തെ കൊണ്ട് വെച്ചോടനെയാണ് കണിയാവരൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹിത്യകാരൻ, ഞാൻ അങ്കിളെന്നാണ് വിളിക്കുന്നത്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രകാശ് എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. ഇവരെല്ലാം എന്നെ പ്രകാശ് എന്ന് വിളിക്കുന്നത്, തുബ്ലാസി ആയാലും വയലാർ രാമവർമ്മയായാലും. പ്രകാശിന് ഇച്ചിരി പോക്കറ്റ് മണി തരാം, ഞാൻ ശരിയാക്കി തരാം. മത്തായിക്കുട്ടി ആശാൻ എന്നാണ് എൻ്റെ ഫാദറിനെ വിളിക്കുന്നത്. ആശാൻ ചുമ്മാ അവർ ആശാന് പിന്നെ എന്തായാലും ഇച്ചിരി ടൈറ്റ് ആക്കിയേക്കാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എന്നെ ശങ്കേഴ്സി പഠിപ്പിക്കാൻ കൊണ്ടുപോകും. ശങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ കോളേജാണ്, ഡിഗ്രി മുതലുള്ള. അന്ന് അപ്പോൾ MA റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ എന്നെ അവിടെ കൊണ്ടുപോയി അങ്ങനെ പഠിപ്പിച്ച് IAS പഠിത്തം അങ്ങ് പോയി. ഉഴപ്പി IAS പഠിത്തം ഉഴപ്പിക്കഴിഞ്ഞ് പിന്നെ ഞാൻ IASന് എക്സാം എഴുതിയില്ല. ആ ഒറ്റ എക്സാം എഴുതിയിട്ടില്ല. അതിന് എനിക്ക് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടിയത്. സെക്രട്ടേറിയറ്റിൽ അന്ന് ഒരു എക്സാം എഴുതി, അതും പഠിക്കുക. അന്ന് 71 റാങ്ക് സ്റ്റേറ്റ് ലെവലിൽ കിട്ടി. അത് ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒന്ന് പഠിക്കാതെ പോയി എഴുതിയാണെന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ കിട്ടി. അങ്ങനെ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ആൻറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി, എൻ്റെ ഒരു ഏറ്റവും ഇളയ ആൻറ്റിയുണ്ട്, ആ ഫാദറിൻ്റെ സഹോദരി, ഞാൻ സെക്രട്ടേറിയറ്റ് കയറിയും എനിക്ക് ജോലി ഇന്ന് ശരിയായെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഒരു ജയിൽ സൂപ്രണ്ടൊക്കെയാണ്. ആൻറ്റി എൻ്റെ മോനെ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ ഒരു കരച്ചിൽ ഫോണിക്കൂടെ ഞാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് ജോലി കിട്ടിയെന്ന് ആൻറ്റി കരയായിരുന്നു. കാരണം അവരുടെയൊക്കെ പ്രതീക്ഷ വേറെയൊക്കെ ആയിരുന്നു, എന്നെ കൊണ്ട് അത് നടക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ IAS എന്നുള്ള മുഖം മാറി, നമ്മളൊരു ഗുമസ്തനായിട്ട് മാറി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ LD ക്ലർക്ക് പോലെയുള്ള പോസ്റ്റാണ്. അങ്ങനെ ഇരുന്നാണ് ഈ ആൻറ്റി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം വേറെ എൻ്റെ അച്ഛൻ്റെ സഹോദരിമാരൊക്കെ എല്ലാം നമ്മുടെ കാര്യത്തിൽ ഒത്തിരി താല്പര്യം എടുക്കുന്നത്. ഒരു സഹോദരിയാണ് എന്നെ USA വിടാൻ പഠിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ മക്കളൊക്കെ എവിടെയാണ്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് മോൻ ഇങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞു. ചെങ്ങന്നൂർ ചെന്ന് അവിടെ ചെന്നുകൊണ്ട് തന്നെ ഈ എൻ്റെ ആരാൻ്റെയൊക്കെ ഏജൻറ്റിനെയൊക്കെ റെഡിയാക്കി എനിക്ക് പാസ്പോർട്ടിനുള്ള ആപ്ലിക്കേഷൻ എന്നെ കൊണ്ട് അവിടെ വെച്ച് ആരുടെ ചോദിച്ചില്ല, ആൻറ്റി തന്നെ മുൻകൈ എടുത്തു. എനിക്കും അറിയാമോ എന്തിനാ ഈ പാസ്പോർട്ടൊക്കെ എടുക്കുന്നത്. 76 ഞാൻ MA കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ആൻറ്റി അങ്ങ് എടുത്തു. ഈ ആൻറ്റി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ എനിക്ക് പിന്നെ USA ഒഹായോ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ആദ്യത്തെ അഡ്മിഷൻ കിട്ടുന്നു. MS ഇൻ കറക്ഷൻസ് എന്ന് പറഞ്ഞു. അപ്പം MS ഇൻ കറക്ഷൻസ് ഞാൻ എന്താ വെച്ചാൽ, കറക്ഷൻ എന്ന് പറഞ്ഞാൽ ജയിലിലുള്ള കുറ്റവാളികളെ കുട്ടികളെ പോയി പഠിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ്. അത് ആ കോഴ്സ്. അപ്പോൾ അത് കിട്ടി. ചെന്നൈയിലുള്ള കോൺസുലേറ്റിൽ ചെന്നോടനെ ഇൻ്റർവ്യൂവിന് ചെന്നോടനെ പുള്ളി നമ്മളെ ഒരുപാട് കളിയാക്കി. ഒന്നാമതേ ഇന്ത്യക്കാരോടൊക്കെ ചെറിയ പുച്ഛമൊക്കെ ആണല്ലോ. നീ MA കഴിഞ്ഞിട്ട് MA ലിറ്ററേച്ചർ എടുത്തിട്ട് പിന്നെ ഈ MS ഇൻ കറക്ഷൻ അതുമായിട്ട് എന്തോ ബന്ധമെന്ന് ചോദിച്ചു. നീ പോകുന്ന ജോലിക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വളരെ ദുഃഖിതനായിരുന്നു. തിരിച്ചു വന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് എൻ്റെ ഏറ്റവും ഇളയ ആൻറ്റി, ഫാദറിൻ്റെ ഏറ്റവും ഇളയ പെങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനിങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിൽ ജോലിയാണ്. അവിടെ ചെന്നുടനെ 1-2 പേര് അവിടെ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ പറഞ്ഞു, മോൻ്റെ പാസ്പോർട്ട് ഉണ്ടല്ലോ, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കൊടുക്കാൻ പറഞ്ഞു, എൻ്റെ കോപ്പി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, നിനക്ക് പിന്നെ ദുബൈ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടി ഈസിയാണ് USA പോകാൻ. അവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ട്രൈ ചെയ്യാം, ഇവരെ കൊണ്ട് നമുക്ക് വിസ എടുപ്പിക്കാമെന്ന്. അങ്ങനെയാണ്. ഇതൊക്കെ അപ്രതീക്ഷിതമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിതമല്ല. അതിനുവേണ്ടി ദുബായിലെത്തി.
ദുബൈയിൽ എത്തിയുടനെ പിന്നെ ദുബൈ വരുന്നതിന് മുമ്പ് തന്നെ ബോംബെ വന്നുടനെ വീണ്ടും ഒരു അനക്കം കിട്ടി. എനിക്ക് വേറൊരു അഡ്മിഷൻ വിസ I-20 എന്ന് പറയും. BS in അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. അതിന് കിട്ടി, അതിനാണ് കിട്ടിയത്. അതും കിട്ടിയപ്പം അത് ഇല്ലിനോയ് യൂണിവേഴ്സിറ്റിയിലാണ് അത് കിട്ടി. അപ്പോൾ ഡയറക്റ്റ് പോകാൻ ഒക്കുമെന്ന് ചോദിച്ചോട്ടെ ബോംബെയിൽ നിന്ന് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ നിർബന്ധിച്ചവരെല്ലാം കൂടെ തന്നെ എന്തായാലും ദുബൈ വിസ ശരിയായിട്ടുണ്ട്. ഇവിടെ വന്നിറങ്ങിയ ആ സമയത്താണ് ഹോസ്റ്റേജ് ക്രൈസിസ്. ഇറാനിൽ അമേരിക്കൻ ഹോസ്റ്റേജിനെ തടങ്കലാക്കിയ ഒരു സംഭവമുണ്ട്. അത് 80-ലാണ്. അയത്തുള്ള കൊമേനി 79 വന്ന മുതലുള്ള പ്രശ്നമാണ്. അപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് ഭയങ്കര സ്ട്രിക്റ്റായി. ഇവിടെ നിന്നുള്ള ഭയങ്കര സ്ക്രീനിങ് ആയി. ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അത് സ്റ്റേറ്റ് സെൻറ്ററിലായിരുന്നു അവരുടെ ഓഫീസ്, ഈ കോൺസുലേറ്റ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇയാൾ ഇതേപോലെ ചെന്നൈയിനേക്കാളും വളരെ മോശമായ രീതിയിൽ എൻ്റെ ഒക്കെ പെരുമാറി. നീ പോകുന്നത് പഠിക്കാനല്ലെന്ന് ഞങ്ങൾക്കറിയാം, എന്തായാലും നീ അവിടെ ജോലിക്ക് പോകാൻ തിരിച്ചു വരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നും അവർ സമ്മതിച്ചില്ല, പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ അയച്ചത് എടുത്തത്. അങ്ങനെ ആ പ്രതീക്ഷ മങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ ഗൾഫ് ന്യൂസിൽ ആണ് എനിക്ക് ഒരു സബീന എയർവേസ് ജോലിയുള്ള എൻ്റെ ഒരു കസിനുണ്ട്, മൂത്ത ആൾ. പുള്ളിയുടെ മാനേജർ ഒരു ഗോവക്കാരനായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ഗൾഫ് ന്യൂസിൽ ജോലി ശരിയാക്കി തന്നത്. അദ്ദേഹം ഇപ്പോൾ കാനഡയിലാണ്. പുള്ളിയാണ് ജോലി ശരിയാക്കി തന്നത്. അപ്പോൾ ആദ്യമേ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ MA ലിറ്ററേച്ചർ കൊണ്ടൊന്നും കാര്യമില്ല, എല്ലാം ജേർണലിസം പഠിച്ച് വന്ന ആൾക്കാരാണ്. ഞാനും ജേർണലിസത്തിന് പോയിരുന്നു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഇൻ ജേർണലിസം എന്ന് പറഞ്ഞു. പക്ഷേ പരീക്ഷ എഴുതിയില്ല, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് ഡിഗ്രി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നുകൊണ്ട് അവർ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, നിന്നെ സബ് എഡിറ്റർ ട്രെയിനിങ് ആയിട്ട് എടുക്കാം, പക്ഷേ ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ജോൺ സാറായിരുന്നു അന്നത്തെ ഡയറക്ടർ. പുള്ളിയേക്ക് എഴുതി, ഈ കാര്യങ്ങളെല്ലാം വെച്ച് എഴുതി. പിന്നെ അദ്ദേഹം എനിക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് നല്ല ഭംഗിയായിട്ടൊരു ലെറ്റർ ഒന്നുമല്ല അയച്ചു തന്നു. അങ്ങനെ ഒരു ഭാഗ്യത്തിന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജോലിയാണ് കിട്ടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു ജേർണലിസ്റ്റ് ആകണം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സാർ? അല്ല പിന്നെ സെക്രട്ടേറിയറ്റ് ജോലി ഉള്ളപ്പോഴും അതിൻ്റെ തൊട്ട് പുറകിലായിരുന്നല്ലോ ഈ പ്രസ് ക്ലബ്ബ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പറഞ്ഞ ഷംസ്രീൻ എന്ന് പറയും, പുള്ളി പിന്നീട് മനോരമയിലായിരുന്നു. പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം നീ ഫ്രീ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയി പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പഠിച്ചതാണ്. ഈവനിങ് കോഴ്സേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലൊന്നും അല്ല വന്നത്. പക്ഷേ പ്ലാൻ ചെയ്യാതെ വന്നതെല്ലാം ഒരു വലിയൊരു ഭാഗ്യവും അത് നമുക്ക് വേണ്ടി. ഞാൻ അസ്ട്രോളജിയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അസ്ട്രോളജി എനിക്ക് തന്നെ അറിയാം. കാരണം അന്ന് എഴുതിയ ബുക്കുകൾ ഇപ്പോഴും ആ ബുക്കിരിപ്പുണ്ട്. 70 വർഷം, ഏകദേശം 69 വർഷത്തിന് മുമ്പ് എഴുതിയ പുസ്തകം. സാറിന്റെ ഹോബിയാണല്ലേ അസ്ട്രോളജി? വാസ്തു എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ അത് ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കലാ സാംസ്കാരിക മേഖലകളിലേക്കുള്ള സാറിന്റെ ഒരു എങ്ങനെയാണ് താല്പര്യം? കലാ സാംസ്കാരിക മേഖല എനിക്ക് കലയായിട്ടുള്ള ഒരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ബന്ധം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. KPSC എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടല്ലോ കായംകുളത്ത്. അപ്പോൾ KPSCക്ക് വേണ്ടി പിന്നെ KPSCയുടെ അത് ഞങ്ങളുടെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത ഒരു സ്ഥലത്താണ് അവർ വാടകയ്ക്ക് പിന്നെ ഈ KPSC നടത്തിക്കൊണ്ടിരിക്കുകയും KPSCയുടെ എല്ലാ നോട്ടീസുകളെന്നാന്ന് പറയാം, നോട്ടീസും പോസ്റ്റും ഒക്കെ ഞങ്ങളുടെ പ്രസിഡ് അടിച്ചുകൊണ്ടിരുന്നു. പട്ടാണിപ്പറമ്പിൽ പ്രസ് എന്ന് പറയും, എല്ലാ ഫാദറിൻ്റെ ഇതൊക്കെ. അപ്പം അത് കൂടാതെ എല്ലാ KPSC വരുന്ന എല്ലാ സാഹിത്യകാരന്മാരും കവികളും എല്ലാം നമ്മുടെ വീട്ടിൽ ഒരു ഔട്ട് ഹൗസിലാണ്. അവർക്ക് അന്ന് വേറെ താമസമൊന്നുമില്ല. അവിടെ വലിയ ടൂറിസ്റ്റ് ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴൊന്നും കിട്ടത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ അവിടെ താമസം. അവർക്ക് ചാപ്പാടും ഇവിടെ ആയിരുന്നു. രാത്രി കഞ്ഞിയും ഒക്കെയാണ്, കഞ്ഞി പപ്പടം അതേ ഉള്ള. വേറെ ഉള്ള രാവിലെ എന്തെങ്കിലും പുട്ടോ അതെന്തെങ്കിലും കഴിച്ചൊക്കെ അവരങ്ങ് പോകും. പിന്നെ അവിടെ വെച്ചാണ് ഒരുപാട് വയലാറും പിന്നെ അതേപോലെയുള്ള വയലാറാമവർമ്മയുടെ ഒരുപാട് കവിതകൾ എഴുതി. തൂപ്പിൽവാസി അവിടെ ഇരുന്ന നാടകങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇരുന്ന് എഴുതും. ചില പേരെ അവിടെയൊക്കെ പോയി എഴുതും. ഒരുപാട് സംഗീത സംവിധായകരും അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ബാബുരായ മാഷും MB ശ്രീനിവാസന്, ദേവരായ മാഷ്, പിന്നീട് LPR വർമ്മ, അങ്ങനെയുള്ള ഒരുപാട് അവർ വന്ന് പിന്നെ അവിടെ വന്ന് സംഗീത സംവിധാനം അവിടെ വന്ന് ചെയ്തിട്ടാണ് പിന്നെ KPSCയിലോട്ട് പോകുന്നത്. നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ, ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ മതി. അവിടെ പോയി ബാക്കി അവിടെ വെച്ചാൽ ഫൈനൽ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ. പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ ഇവരെ കാണാൻ വരുന്നതൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. ഈ മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ കൊടുത്ത് ഞാനാകട്ടോ മെഗാസ്റ്റാർ ആക്കിയത് അതൊക്കെ അറിയാൻ വയ്യ. മമ്മൂട്ടി തന്നെ പറയും, എപ്പോഴും ഇടയ്ക്ക് പറയും എന്നെ മെഗാസ്റ്റാർ ആക്കിയ ആളാണ്. ഞാൻ ഇന്ന് ഗൾഫ് ന്യൂസിലായിരുന്നു. അതൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 87 അദ്ദേഹം ഇവിടെ വരുന്നത് ആദ്യമായിട്ട് വരികയാണ്. ആ സമയത്തായിട്ട് ഞാൻ ഗൾഫ് ന്യൂസിലായിരുന്നു. മമ്മൂട്ടിയുടെയൊക്കെ ആദ്യത്തെ
ഷോ, പിന്നെ മോഹൻലാലിൻ്റെ എത്രയോ ഷോ, ഇതിനൊക്കെ ഈസ്റ്റ് കോസ്റ്റ് വിജയനും പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് ദുബൈ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ ആദ്യം എന്നെ വന്ന് കാണും. ചിലപ്പം പേരിടൽ മുതൽ ഞാനായിരിക്കും അതുമായിട്ടൊരു ഇതുണ്ട്. കാരണം ഏതെങ്കിലും ഷോയുടെ പേര് ശരിയാണോ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ പത്രം നിലയിൽ രണ്ടൊക്കെ വന്ന് ചോദിക്കുകയും പിന്നെ അതിന് വേണ്ട കാര്യങ്ങളും പിന്നെ ഞാനുമായിട്ട് ചേർന്നായിരുന്നു. ഈസ്റ്റ് കോസ്റ്റ് വിജയനായാലും ഒരുപാട് സഹകരിച്ച് പോയിട്ടുണ്ട്. അതിന് ഈ മമ്മൂട്ടിയെ കൊണ്ടുവന്ന അമ്മിണി കുരുവിള എന്ന് പറയുന്ന പാർട്ടിയാണ് 87. പുള്ളി മരിച്ചുപോയി. അദ്ദേഹമാണ് ആദ്യമായിട്ട് മമ്മൂട്ടിയെ കൊണ്ടുവരുന്നത്. മമ്മൂട്ടി അന്ന് വരുന്ന വലിയ ആവേശമായിരുന്നു. അന്ന് അദ്ദേഹം എല്ലാം ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച് അതിനു മുമ്പ് പാവനാഴി, കാണാം, ഇങ്ങനെ ഒത്തിരി നല്ല സിനിമകളിൽ വന്ന് പുള്ളിയോടുള്ള ആൾക്കാർക്ക് വലിയൊരു ആരാധനയായിട്ട് നിൽക്കുന്ന സമയത്താണ് പുള്ളി വരുന്നത്. ഇവിടെ വരുന്നതുകൊണ്ട് അന്ന് ഞാൻ ഗൾഫ് ന്യൂസിലായിരുന്നു. പുള്ളി വരുന്നതിന് അപ്പം ഞാൻ പുള്ളിയെക്കുറിച്ച് ഒരു വലിയൊരു ലേഖനം എഴുതി, മമ്മൂട്ടിയെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നാവ്. അങ്ങനെയാണ് മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ എന്നുള്ളൊരു ടൈറ്റിൽ ഇട്ട്. അത് മമ്മൂട്ടി തന്നെ ഇടയ്ക്ക് പറയാറുണ്ട്. ഇങ്ങനെ പുള്ളി ഇപ്പം പറയുന്ന ഒരു അബദ്ധം പറയുന്നത് വെച്ചാൽ കലീഷ് ടൈംസിലെ ഐസക് ജോൺ എന്നാണ്. പക്ഷേ അന്ന് ഞാൻ ഗൾഫ് ന്യൂസിലായിരുന്നുള്ള പുള്ളിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഇവര് ഭരണാധികാരികൾക്ക് 50 വർഷത്തെ ഒരു വിഷൻ ഉണ്ട്. 50 വർഷത്തെ വിഷൻ ഇതുവരെയും അവര് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 50 വർഷം എന്നുള്ളതാണല്ലോ അവരുടെ മുന്നിലുള്ള മൈൽ സ്റ്റോൺ. സാറിന്റെ ഒരു വീക്ഷണത്തിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഒരു ഡെവലപ്മെന്റ്? എങ്ങനെയായിരിക്കും ഇവിടുത്തെ ജോലി സാധ്യതകൾ? ഇന്ത്യക്കാർ ഇനിയും കൂടുതൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ ഉണ്ടാവും. മലയാളികളുടെ ഇങ്ങോട്ടുള്ള വരവിനെ സാർ എന്താ? കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് തന്നെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ട് പിന്നെ വലിയ കഴിവ് അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ജോലി കിട്ടും. ഇന്നും അത് ഒരു പരിധി വരെ അതുണ്ട്. പണ്ട് ആർക്ക് വന്നാലും ഇവിടെ ജോലി കിട്ടും, കുറച്ചുനാളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ അതല്ല, വളരെ പ്രൊഫഷണലായിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. അത് വളരെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം അന്ന് ഇന്ത്യയെ മാത്രമേ ഉള്ളായിരുന്നു ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ നിന്നും ചിലപ്പം ശ്രീലങ്ക എന്നൊക്കെ പിന്നെ പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ. ഇന്ന് ലോകം മൊത്തം ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരു ജോലി വേണമെന്നുള്ളതാണ് ലോകത്തിലുള്ള എല്ലാ അമേരിക്കയിൽ പോലും ഉള്ള ചില ഞാനൊക്കെ ചെല്ലുന്ന ആദ്യം ചെല്ലുന്ന കാണുന്ന ഹോട്ടലിലെ റിസപ്ഷനിലല്ലേ ഇരുന്ന്. അവിടെ ചെല്ലുന്ന ദുബൈ എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശവും അത് എന്നോട് കാണുന്ന സ്നേഹവും. കാരണം എന്താ ആവശ്യം, ദുബൈയിൽ എങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്ന് അവിടെ ചോദിക്കും. അപ്പം അവിടെ ഏത് ഹോട്ടലിൽ ചെന്നാലും ആരെങ്കിലും ഒരാൾ ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ വന്നിട്ട് ചോദിക്കും, ദുബൈയിൽ ഭയങ്കര ബൂമല്ലേ ഹോസ്പിറ്റാലിറ്റി രംഗത്ത്, ഞങ്ങൾക്ക് വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കും. മിക്കവാറും ഉള്ള ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ അനുഭവം നേടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് പണ്ട് അങ്ങനെയില്ലായിരുന്നു. ഈ രാജ്യങ്ങൾ മാത്രമേ ഇവർക്ക് ആശ്രയിക്കേണ്ടി വന്നുള്ളൂ. ഇന്നതല്ല, ദേ ആർ സ്പോയിൽഡ് ഫോർ ചോയ്സ്. ഇഷ്ടംപോലെ ടാലൻറ്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടാലൻറ്റിനെ ആകർഷിക്കാനായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഇൻസെൻറ്റീവ്സ് ഒരുപാട് കൂടുന്നു. നല്ല ബ്രൈറ്റ് മൈൻഡ്സിന് വേണ്ടി ഇവിടെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇവിടുത്തെ പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ അതിന് കോമ്പീറ്റ് ചെയ്യാനായിട്ട് അവർ അപ്സ്കിൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കൂടുതൽ കോമ്പറ്റീറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ആൾക്കാർ. പക്ഷേ എങ്കിലും നമ്മുടെ വ്യവസായ രംഗത്തും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേര് ഇന്ത്യക്കാർക്ക് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും മിക്കവാറുള്ള ബിസിനസ്സും റീറ്റെയിൽ ഷോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷവും മലയാളികളുടെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെയാണ്. നോക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മുടെ പണ്ട് മുതലുള്ള പാരമ്പര്യമാണ്, ഇവിടുത്തെ ട്രഡീഷനാണ്. പക്ഷേ ജോലി സാധ്യതകൾക്ക് യാതൊരു കുഴപ്പം വരുന്നില്ല. കാരണം ഈ അടുത്ത ഒരു 50 വർഷം കൊണ്ടുള്ള അവരുടെ സ്വപ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവോ, അത് ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമായിട്ട് മാറുക, ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് ദുബൈയുടെ ലക്ഷ്യം. അത് നമുക്കിപ്പം തോന്നുന്നത് എത്രമാത്രം പ്രാവർത്തികം. പക്ഷേ ഇതുവരെ തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. പ്രാവർത്തികമാകാത്ത സ്വപ്നമായിരിക്കത്തില്ല. പക്ഷെ അതെല്ലാം പ്രാവർത്തികമാക്കുന്നതിലുള്ള നിപുണത, അതിനുവേണ്ടിയുള്ള നിശ്ചയദാർഢ്യം അവരിവരെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒരു കാര്യവും ഈ ഒരു ഗോളും അവർ കൈവരിക്കും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള അതിനുള്ള മനസ്സുണ്ട്, അതിനുള്ള വിഭവമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, അതിനുവേണ്ടിയുള്ള ഒരു ടാലൻറ്റ് പൂളിനെ അവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി സർ. ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിലുമായുള്ള നമ്മുടെ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽ ഇനിയും തുടരും. ഡീറ്റെയിൽ സ്റ്റോറീസ് ഇൻ ഡെപ്തിനൊപ്പം തുടരുക.